ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്ന് ഫാമിലി ആയിട്ട് പോകുന്നത് പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതിയിലേക്കാണ്. പാലക്കാട് ടൗണിൽ നിന്ന് ഒരു 59 കിലോമീറ്റർ ആണ് നെല്ലിയാമ്പതിയിലേക്ക്. മൂന്നാർ, വാഗമൺ പോലെ തന്നെ കേരളത്തിലെ പ്രധാന ഒരു പ്ലേസാണ് നെല്ലിയാമ്പതി. പാലക്കാടിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷൻ എന്നും കൂടി പറയാം നെല്ലിയാമ്പതിനെ. നെല്ലിയാമ്പതി എത്തുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പോത്തുണ്ടി ഡാമാണ്. പോത്തുണ്ടി ഡാമിൻ്റെ എൻട്രി ടൈം എന്ന് പറഞ്ഞാൽ 10 to 6 ആണ്. അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സൈക്ലിംഗ്, സിപ്പ് ലൈൻ, പിന്നെ കിഡ്സിൻ്റെ പാർക്ക് ഏരിയ, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കുറേ നേരം അവിടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ അവിടെ ഫസ്റ്റ് കയറിയില്ല കേട്ടോ. ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നെല്ലിയാമ്പതിയിലേക്കാണ് കയറിയത്. നെല്ലിയാമ്പതി പോകുന്നതിന് മുമ്പായിട്ട് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിൽ നമ്മളുടെ വണ്ടീൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എൻട്രി ചെയ്യണം. അവിടെ നിന്ന് ഒരു 20 കിലോമീറ്ററാണ് നമുക്ക് നെല്ലിയാമ്പതിയിലെത്താൻ വേണ്ടിയിട്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് മോർണിംഗ് തന്നെ ഇറങ്ങിട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വണ്ടിയിലൊക്കെ ഇരുന്ന് പിന്നെ കുറേ ഡാൻസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അത് ഞാനിതിൽ കാണിക്കാവേ. കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് കേട്ടോ സോങ് മ്യൂട്ട് ചെയ്തത്. മോർണിംഗ് തന്നെ ആയതുകൊണ്ട് എല്ലാവരും ഓരോ ഉറക്കത്തിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷേ പാട്ട് വെച്ചപ്പോൾ ആ ഉറക്ഷണമൊക്കെ മാറ്റി എല്ലാവരും അങ്ങനെ എണീറ്റു കേട്ടോ. പിന്നെ കുറേ നേരം ഡാൻസ് ആയിരുന്നു, അതുകൊണ്ട് ആർക്കും ഉറങ്ങാൻ പറ്റിയില്ല കേട്ടോ. പക്ഷേ ഇച്ചൂസ് മാത്രം നല്ല ഉറക്കമായിരുന്നു. എത്ര ഉച്ചത്തിൽ പാട്ട് വെച്ചാലും ഞാൻ ഉറങ്ങുമമ്മ, നിങ്ങൾ എന്ത് വേണമെങ്കിലും കളിച്ചോന്നാണ് ഇച്ചൂസ് പറയുന്നത്. ഞങ്ങൾ അതേപോലെ തന്നെ നല്ല കളിയായിരുന്നു കേട്ടോ. പക്ഷെ ഇച്ചൂസും നല്ല ഉറക്കമായിരുന്നു. ആളവിടെ എത്തിയിട്ടാണ് എണീറ്റത്. മതി ഇനി എല്ലാവരും സീറ്റിൽ പോയിരുന്ന് എനിക്ക് കുറച്ച് ഡാൻസ് കളിക്കണം. സിംഗിളായിട്ട് ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ മതി. എൻ്റെ കയ്യിൽ കുറേ സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നും പറഞ്ഞു ഞങ്ങളിനെയൊക്കെ സീറ്റിൽ പിടിച്ചിട്ടിട്ട് അപ്പൂസ് ഒറ്റയ്ക്ക് കളിക്കാൻ തുടങ്ങി കേട്ടോ. ഞങ്ങളിത് വീഡിയോ എടുക്കണം എന്നൊക്കെ ആൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ചെറുതായിട്ട് അഭിനയിക്കണം. അയ്യോ വീഡിയോ എടുക്കില്ല, ഇതൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വേണ്ടി എടുക്കാൻ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആള്. അങ്ങനെ ഞങ്ങൾ ഡാൻസ് പരിപാടിയൊക്കെ കഴിയുമ്പോഴേക്കും ഞങ്ങൾ നെല്ലിയാമ്പതി എത്തിട്ടോ. ഈ നെല്ലിയാമ്പതിയിലേക്ക് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രൈവറ്റ് എക്സ്റ്റേറ്റിലൂടെയാണ് അവിടേക്കുള്ള വഴി വരുന്നത്. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മുടെ വണ്ടി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർ നമ്മളെ കടത്തിവിടും. പക്ഷെ അവിടെ എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. പാർക്കിംഗ് ചാർജ് മാത്രം പേ ചെയ്താൽ മതി. ഇവിടെയുള്ള എൻട്രി ടൈം എന്ന് പറഞ്ഞാൽ 8 to 5 ആണ്. നമ്മളിവിടെ പോകുന്നത് ഇപ്പോൾ സീതാർകുണ്ട് വ്യൂ പോയിന്റ് കാണാനാണ്. സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക് നമ്മൾ പാർക്ക് ചെയ്ത അവിടെ നിന്ന് ഒരു 400 മീറ്റേഴ്സ് നടക്കാനുണ്ടാവും. ഞങ്ങൾ വന്ന ദിവസം നല്ല തണുപ്പായിരുന്നു. നമ്മുടെ പാലക്കാടിൻ്റെ ചൂടൊന്നും ഒരിക്കലും ഈ നെല്ലിയാമ്പതിയിൽ ഫീൽ ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്കും തണുപ്പായിരിക്കും. ചില ദിവസങ്ങളിൽ നല്ല കോടയുണ്ടാവും. ഞങ്ങൾ പോയ ദിവസം കോട കുറച്ചുണ്ടായിരുന്നെങ്കിൽ തണുപ്പ് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ എവിടെ പോയാലും ഈ കുരങ്ങന്മാരുണ്ടാവും കേട്ടോ. എത്രയാണെന്നറിയോ കുരങ്ങന്മാർ അവിടെ നിൽക്കുന്നത്. പിന്നെ എവിടെ പോയാലും നമുക്കൊരു റീല് മസ്റ്റാണല്ലോ. അങ്ങനെ റീലിന് വേണ്ടിയില്ല പ്രാക്ടീസാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇച്ചൂസിന് പിന്നെ അപ്പൂസ് ഉണ്ടെങ്കിലും മതി, അതുകൊണ്ട് ഞാൻ ഫ്രീ ആണ്. അപ്പൂസ് ഉണ്ടെങ്കിൽ ഇച്ചൂസിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പൂസ് നോക്കിക്കോളും. കണ്ടില്ലേ, രണ്ടുപേരും കൂടി നല്ല കളിയാണ്. ഇച്ചൂസിനാണെങ്കിൽ നല്ലപോലെ ഇഷ്ടപ്പെട്ടു. കാരണം അത്രയ്ക്ക് വെയിലും ഇല്ല, തണുപ്പുമാണ്. പിന്നെ ഇവനും ഉണ്ടല്ലോ കൂടെ. ഇച്ചൂസിന് ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് അപ്പു പിന്നെ നല്ലപോലെ അവളെ കെയർ ചെയ്തോളും. അതുകൊണ്ട് പിന്നെ എനിക്കൊന്നും പണിയില്ല കേട്ടോ. ഇച്ചൂസിൻ്റെ അടുത്ത് മാമൻ്റെ അടുത്ത് പറയാണ് ഞാൻ തിരിച്ചു പോകുന്നില്ല, എനിക്ക് ഈ കുരങ്ങന്മാരനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ആളവിടെ തന്നെ നിൽക്കുന്നത്. എല്ലാവരും പോകാൻ തുടങ്ങിയിട്ടും ആളവിടെ നിന്ന് വരുന്നില്ലായിരുന്നു. പിന്നെ എന്തൊക്കെയോ മാമൻ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ആളിനെ കൂട്ടിയിട്ട് പോയത്. ഞങ്ങളവിടെ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. എന്നിട്ട് ഒരു ജീപ്പ് സഫാരി എടുക്കാമെന്ന് വിചാരിച്ചു. ജീപ്പ് സഫാരിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ മോർണിംഗ് 8 to 4 ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് അവിടെ എത്തണം. ഞങ്ങൾ ഓൾറെഡി ഉച്ചയായി. സോ ഞങ്ങൾ വേഗം തന്നെ ഫുഡ് കഴിച്ചിട്ട് ഡയറക്റ്റ് അങ്ങോട്ടേക്ക് പോയി. ഫോറസ്റ്റിനുള്ളിൽ എൻട്രി ചെയ്തതിന് മുമ്പായിട്ട് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ ചെന്ന് നമ്മൾ വണ്ടീൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ എൻട്രി ചെയ്യണം. അതേപോലെ ഒരു വണ്ടി കടത്തി വിടാൻ വേണ്ടിയിട്ട് 100 rupees പെർ പേഴ്സണിന് അവർ 50 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഏകദേശം ഒരു 3 മണിക്കൂർ ടൈം എടുക്കും ആ ജീപ്പ് സഫാരി. ഓഫ് റോഡ് ആയതുകൊണ്ട് നല്ലപോലെ കല്ലും കുഴിയും ഇല്ല റോഡ് തന്നെയാണ്. അതുകൊണ്ട് വേറെ വണ്ടികൾക്കൊന്നും ഒരു പ്രവേശനം ഇല്ല. അനിമൽസിനൊക്കെ കാണാൻ പറ്റുന്ന സാധ്യത ഭയങ്കര കുറവാണ്. എന്നാലും ഈ ഓഫ് റോഡ് റൈഡ് ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം. നെല്ലിയാമ്പതി വരുന്ന ആൾക്കാരാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് 8 to evening 4 ആണ്. ഒരു 6ന്റെ ഉള്ളിൽ നമ്മൾ ആക്ച്വലി പുറത്തിറങ്ങിയിരിക്കണം. അതാണ് അവർ പറയുന്ന ടൈമിംഗ്.
നമ്മൾ ആ ഏട്ടനോട് ചോദിച്ചു, നമുക്ക് വേറെ വല്ല സ്പോട്ടും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ, ഈ 3 സ്പോട്ട് അല്ലാതെ എന്നൊക്കെ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു കാണാൻ പറ്റും, പക്ഷെ നിങ്ങൾ റിസോർട്ട് എടുക്കണം. അപ്പം അവർ നൈറ്റ് റൈഡ് കൊണ്ടുപോകും, അപ്പോൾ നമുക്ക് അനിമൽസിനെയും കാര്യങ്ങളിനെയൊക്കെ കാണാൻ പറ്റും, പിന്നെ 2-3 സ്പോട്ടും കൂടി കൂടുതൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഓൾറെഡി ബുക്കൊന്നും ചെയ്യാതെയാണ് വന്നത്. പിന്നെ ഞങ്ങളുടെ ഫാമിലിയോടെ ആയത് വന്നുകൊണ്ട് ഞങ്ങൾ ഈ പ്രാവശ്യം എന്തായാലും സ്റ്റേ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു. ഈ പ്രാവശ്യം ഈ 3 വ്യൂ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വേറൊരു ടൈം വരായിട്ട് ഏട്ടനെ തന്നെ കോൺടാക്ട് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്കാണ് പോകുമ്പോഴും പിന്നെ നമുക്ക് ഡാൻസ് മസ്റ്റ് ആണല്ലോ. അതുകൊണ്ട് രണ്ടുപേരും കൂടി നല്ല ഡാൻസ് ആയിരുന്നു. എല്ലാവരും നല്ല ക്ഷീണത്തിലായിരുന്നു. കുറേ നടക്കവും ഓഫ് റോഡൊക്കെ പോയപ്പോഴത്തേക്ക് എല്ലാവർക്കും ക്ഷീണമായി. പക്ഷെ ഇവർക്ക് മൂന്നുപേർക്കും ഒരു ക്ഷീണവും ഇല്ല കേട്ടോ. നിങ്ങളൊക്കെ ഡാൻസ് ചെയ്തു, എനിക്ക് ഡാൻസ് ഒന്നും വേണ്ട, എനിക്ക് ഈ പ്രകൃതി ഭംഗി കണ്ടിരുന്നാൽ മതി എന്നും പറഞ്ഞ് ആള് ഫുൾ പുറത്ത് നോക്കി പ്രകൃതിനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആള്. ഞങ്ങൾക്ക് പിന്നെ പ്രകൃതിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം ഡാൻസ് കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പിന്നെയും തുടങ്ങി. ഇവരെവിടെ ഞങ്ങൾ ഉറങ്ങാൻ വിടുമോ, നിങ്ങൾ എനിക്ക് അങ്ങനെ ഇപ്പം നിങ്ങളും ഉറങ്ങണ്ടെന്നും പറഞ്ഞ് ഞങ്ങളെയും വിളിച്ച് കളിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ കുറേ നേരം ഇത് തന്നെയായിരുന്നു പരിപാടി. ഉച്ചസം പിന്നെ തിരിച്ചു വരുമ്പോഴും നല്ല ഉറക്കമാണ്. ആളെത്ര ബഹളത്തിൻ്റെ ഇടയിൽ ആ ഉറക്കം അവള് മിസ് ചെയ്തില്ല കേട്ടോ. ഇതൊക്കെ പിന്നെ ഒരു വൈബാണല്ലോ. ഡാൻസ് ഒന്നും ഇല്ലാതെ പിന്നെ എന്ത് ട്രിപ്പല്ലേ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആ നെല്ലിയാമ്പതിയിലേക്ക് ഒരു 1.5 മണിക്കൂർ ട്രാവലുണ്ട്. അത്ര നേരം ഞങ്ങൾ ഫുൾ ഡാൻസ് ആയിരുന്നു. ഒരാൾ പോലും സീറ്റിലിരുന്നില്ല കേട്ടോ. പിന്നെ എല്ലാവരും ഒരേ വൈബിലുള്ള ആൾക്കാരായതുകൊണ്ട് പിന്നെ ആ പ്രശ്നവും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഡാൻസ് പരിപാടികൾ കഴിയുമ്പോഴേക്കും ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തിയിട്ടോ. തിരിച്ചു പോകുമ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. പോത്തുണ്ടി ഡാമിലൊന്നും ഇറങ്ങാൻ നിന്നില്ല, കാരണം നല്ല മഴയായിരുന്നു. മഴയത്ത് ഇറങ്ങിയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. പക്ഷെ ഞങ്ങൾ ഇനി ഒരു പ്രാവശ്യം കൂടി സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. പിന്നെ ഞങ്ങൾ 4 പേരും കൂടി സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം പോയിട്ടോ. ആ വീഡിയോ കൂടി ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി ഒരു ദിവസം ഇറങ്ങിയിട്ടോ. ആ നൈറ്റ് റൈഡൊക്കെ ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് അറിയണമായിരുന്നു. അതും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങി പോത്തുണ്ടി ഡാമിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് പറഞ്ഞത് എന്തോ മരം വീണിട്ടുണ്ടായി. ഞങ്ങൾ അന്ന് ഇറങ്ങിയ ദിവസവും മഴയുണ്ടായിരുന്നു. അപ്പം മരം വീണത് കൊണ്ട് ആ ചെക്ക് പോസ്റ്റൊക്കെ അടച്ചിരിക്കുകയാണ്, നിങ്ങൾ 2 മണിക്കൂർ ടൈം എടുക്കുന്നത്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ആ ടൈമിൽ നേരെ പോത്തുണ്ടി ഡാമിലേക്ക് കയറി. പോത്തുണ്ടി ഡാമൊക്കെ ചുറ്റി കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഫസ്റ്റ് ചെയ്ത ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ സ്കൈ സൈക്ലിംഗ് ആയിരുന്നു കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ഇവർ പോയതിന് ശേഷമാണ് ഞങ്ങൾ പോയത്. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേരും ഒരുമിച്ച് ചവിട്ടണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് പറ്റില്ല, നിങ്ങൾ ഫസ്റ്റ് ഒരു പ്രാവശ്യം അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. കാരണം ഐഡിയ കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേറൊരു ലൈനിൽ കൂടെ വന്നിട്ട് അവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് അവിടെ പോയിട്ട് പിന്നെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് സോനു പോയി, അതിന് പിന്നാലെ ഞാനും പോയി കേട്ടോ. ഇവർ ആക്ച്വലി കുറേ നമുക്ക് പറഞ്ഞുതരും, മെല്ലെ ചവിട്ടാൻ പാടില്ല, അധികം ഫാസ്റ്റ് ആവാൻ വളരെ നോർമൽ സ്പീഡിലായിരിക്കണം എന്നൊക്കെ പറയും. എന്നാലും നമുക്ക് ടെൻഷൻ ഉണ്ടാവും എങ്ങനെയായിരിക്കും അറിയാതെ. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങൾ രണ്ടുപേരും അവിടെ എത്തിയിട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ എത്തിയിട്ട് ഒരുമിച്ച് തിരിച്ചു വരാൻ തുടങ്ങിട്ടോ. രണ്ടുപേരും ഒരുമിച്ച് ഫിനിഷ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത്. പകുതി എത്തിയതും ഞാൻ അങ്ങോട്ട് ഒന്ന് ഫാസ്റ്റാക്കി. അത് പേടികൊണ്ടാണോ എന്ന് ചോദിച്ചാൽ ആയിരിക്കാം, പക്ഷെ ഞാൻ ഫാസ്റ്റായിരുന്നു കേട്ടോ. ആളാണെങ്കിൽ സ്ലോ മെല്ലെ വരുന്നില്ലോ. ആൾക്കാണെങ്കിൽ പെട്ടെന്ന് വരാൻ പറ്റുമല്ലോ. ആളാണ് ഫാസ്റ്റ് ആക്കിയോ ഇല്ല, ഞാനാണെങ്കിൽ സ്ലോ ആക്കിയില്ല. അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇതാ മെല്ലെ ഭരിക്കുന്ന പോലെയാണോ ബാക്കിൽ ചവിട്ടി വരുന്നത്. എന്തിനാണോ ഇത്ര സ്ലോ ആക്കിയത് അതെനിക്കറിയില്ല. അങ്ങനെ ഞങ്ങളുടെ എൻ്റെ കുളമായി. പിന്നെ ഇച്ചൂസ് നിങ്ങൾക്ക് മാത്രം സൈക്കിളിൽ പോയാൽ മതിയോ, എനിക്കും കളിക്കേണ്ടിയെന്നും പറഞ്ഞ് ആളെതാ കളിക്കാൻ തുടങ്ങി. അങ്ങനെ അവളുടെയും കുറേ നേരം ടൈം അവിടെ കളിപ്പിച്ചു കേട്ടോ. കാരണം ആൾ പെട്ടെന്നൊന്നും വരുന്നില്ലായിരുന്നു. നിങ്ങൾക്ക് മാത്രം ചെയ്താൽ പോരാ, ഞാനും കളിക്കണം എന്നൊക്കെ പറഞ്ഞ് അവൾ കളിക്കാൻ തുടങ്ങി. പിന്നെ ഇച്ചൂസിന് എന്തൊക്കെയോ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ നൈസായിട്ട് എടുത്തു. പിന്നെ ഞങ്ങൾ നേരെ നെല്ലിയാമ്പതിയിലേക്കാണ് കേട്ടോ പോയത്. അവിടെ ഞങ്ങൾ പോകുമ്പോഴേക്കും മരങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് റോഡൊക്കെ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയി ലഞ്ച് കഴിച്ചതിന് ശേഷം ആ റിസോർട്ടിലെ ആൾക്കാർ തന്നെ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്യും. താഴെ വണ്ടി വെച്ചിട്ട് വേണം പോകാൻ, കാരണം അത് ഓഫ് റോഡാണ്. അങ്ങനെ ഓഫ് റോഡ് പോകുന്ന വഴി ഞങ്ങൾക്ക് 3-4 സ്പോട്ടും കൂടി അവർ കാണിച്ചു തരും. ഫോറസ്റ്റിനുള്ളിലേക്ക് പോകുമ്പോൾ അനിമൽസിനെയൊക്കെ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ് കാണാനൊക്കെ പറ്റും. ഞങ്ങളുടെ മുമ്പിൽ വന്ന ആൾക്കാർ ആക്ച്വലി എന്തിനേക്കോ കണ്ടു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ എന്തായാലും കണ്ടൊന്നുമില്ല കേട്ടോ. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ട്. മിസ്റ്റി വാലി റിസോർട്ടിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഇവിടെ ഒരു 5 റൂമുണ്ട്. ഈ മിസ്റ്റി വാലി റിസോർട്ട് നിർമ്മിച്ചത് ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു. പറമ്പിക്കുളം ടൈഗർ റിസർവും നെല്ലിയാമ്പതി ഫോറസ്റ്റിനുമായി അതിർത്തി പങ്കിടുന്ന ഒരു പ്ലേസ് കൂടിയാണ് ഇത്.
ഫോറസ്റ്റിലൂടെ തന്നെ നമുക്ക് പറമ്പിക്കുളത്തിലേക്ക് പോകാൻ പറ്റും. പക്ഷെ നമുക്കത് അലൗഡ് അല്ല. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയ ശേഷം അവർ ഞങ്ങൾക്ക് സ്നാക്സും ടീ കാര്യങ്ങളൊക്കെ തന്നതിന് ശേഷം കുറച്ച് നേരം ഞങ്ങൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഈ നൈറ്റ് സഫാരിക്ക് വേണ്ടി കൊണ്ടുപോയി. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ നൈറ്റ് സഫാരിക്ക് പോയത്. ആക്ച്വലി നല്ലപോലെ പേടിയാവും കേട്ടോ, കാരണം വേറെ ഒരാളും ഇല്ല ഫോറസ്റ്റിനുള്ളിൽ. നമുക്ക് എന്താ ചെയ്യുക, എന്തെങ്കിലും മൃഗങ്ങൾ വന്നാൽ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. പക്ഷെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ചുകൂടി ആൾക്കാരുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യം കണ്ടത് ഈ കാട്ടുപോത്തിനെയായിരുന്നു. ഒരു കാട്ടുപോത്തിനെ എല്ലാം കണ്ടില്ല ഫസ്റ്റ്. പിന്നെ നോക്കുമ്പോൾ നിറയെ കാട്ടുപോത്തുകളാണ്. ഈ കാട്ടുപോത്തുകൾ ആക്ച്വലി ആക്രമിക്കുന്നതാണ് പറയുന്നത്. നമ്മൾ വെളിച്ചം തട്ടുമ്പോൾ ഒരു കുറച്ച് മൂവ് ആവുമെങ്കിലും ചിലപ്പോൾ അത് ചില ടൈമിൽ അവർ മുന്നോട്ട് വരുന്നു പറഞ്ഞു. പക്ഷേ നൈറ്റല്ലേ, അതുകൊണ്ട് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. വേറൊരു വണ്ടിയോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ലായിരുന്നു. ആ ഡ്രൈവർ ചേട്ടന്മാർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും കേട്ടോ അവിടെ മൃഗങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന്. അവരായിരുന്നു ഫസ്റ്റ് പറഞ്ഞുതരാം. പിന്നെ നമുക്കും പറഞ്ഞു എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് രാത്രി. പിന്നെ കണ്ണുകൾ മാത്രം നമ്മുടെ മിന്നിങ്ങുന്ന പോലെ നല്ല തിളക്കമായിരിക്കും. അങ്ങനെയാണ് ഇവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ഞങ്ങളും കണ്ടുപിടിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കുറച്ച് മൃഗങ്ങളെയൊക്കെ കണ്ടു കേട്ടോ. മാന്, മ്ലാവ്, കാട്ടുമൃഗം. പക്ഷേ വേറെ അനിമൽസിനൊന്നും കണ്ടില്ല. എന്നാലും നൈറ്റ് റൈഡ് അടിപൊളി റൈഡ് തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാടല്ലേ, വേറെ ആരും ഉണ്ടാവില്ല, എന്ത് ചെയ്യുന്നൊക്കെ. അപ്പം ഞങ്ങൾ ചോദിച്ചു എന്താ ഈ ആനയൊക്കെ മുമ്പിൽ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം. അപ്പോൾ ഒന്നും ചെയ്യാൻ, നമുക്ക് റിവേഴ്സ് എടുത്ത് പോകാനുള്ള ഓപ്ഷനേ ഇല്ലൂ. പക്ഷെ അങ്ങനെ അപകടങ്ങളൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞു. ആള് നല്ല കോൺഫിഡൻസ് ഒക്കെ ആയിരുന്നു. എന്നാലും ഞങ്ങൾക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ. പിന്നെ ആ റൈഡ് ഒരു മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റിസോർട്ടിലേക്ക് പോയി. ഫുഡൊക്കെ കഴിച്ച് ഒരു ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങാൻ പോയത്. പിന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾ നേരെ പോയത് അവിടെ ഒരു ചെറിയ പുഴയുണ്ടായിരുന്നു. പുഴ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോഴാണ് ഇതാ ഞാൻ സിമ്പിളായിട്ട് ജമ്പ് ചെയ്ത് കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് സോന് ജമ്പ് ചെയ്തത്. അപ്പം ഞാനും പറഞ്ഞു ഓക്കെ എനിക്കും ജമ്പ് ചെയ്യാൻ പറ്റും, ഞാനും കാണിച്ചില്ല. പക്ഷെ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിൽ കൂടി കുറച്ചൊക്കെ ഞാൻ ജമ്പ് ചെയ്തോണ്ട് ഞാൻ ചെറിയൊരു പോർഷൻ എടുത്ത് ജമ്പ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഞങ്ങളൊരു റീലിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു പ്രയത്നമായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഞങ്ങൾക്ക് ജമ്പ് ചെയ്യണമെന്നും പറഞ്ഞു. ഞങ്ങൾ ഇരുന്നിട്ട് വല്ലതും കാണിച്ചു തരാമെന്നും പറഞ്ഞു രണ്ടുപേരും കൂടി ഇരുന്നിട്ട് അവിടെ എന്തൊക്കെയോ കാണിക്കുകയായിരുന്നു. ഇരുന്നിട്ടൊന്നും നടക്കാത്തതോടെ ഞങ്ങൾ കുറച്ച് എണീറ്റ് ഞങ്ങൾ നടന്ന് വരാം, ഞങ്ങൾക്ക് നിങ്ങളെ പോലെ തുള്ളാനൊന്നും വയ്യാന്നും പറഞ്ഞ് രണ്ടാളും മെല്ലെ നടന്ന് വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നല്ല രസമായിരുന്നു. നല്ല തണുപ്പ് കാര്യങ്ങളോ പിന്നെ അത്ര ക്രൗഡഡ് ഏരിയ ഒന്നും അല്ലായിരുന്നു. സോ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം അവിടെ ചുമ്മാ ഇരുന്നു കേട്ടോ. ഇച്ചൂസാണെങ്കിലും നല്ല കളി കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡും കഴിച്ച് നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പം ഇത്രയുള്ളൂ ഞങ്ങളുടെ നെല്ലിയാമ്പതി വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. Bye. Thank you all for watching.